അസ്സലാമലൈക്കും. 6ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകത്തിലെ 13ാമത്തെ പേജിലേക്കാണ് നമ്മളിനി കിടക്കുന്നത്. ഈ ഭാഗത്ത് നഖറഉൻ നസ്സ വ നഖ്താറുൽ ജുമൂഅ വൽ ജുമൂഅ ലിൽ കലിമാത്തി താലിയ വ നക്തുബ്. പാഠഭാഗത്ത് നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന ചില വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വാക്കുകളുടെ ജംഅുകൾ പാഠത്തിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ വാക്ക് ജബൽ. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പർവ്വതം എന്നാണ് അർത്ഥം. ജബൽ, അതിൻ്റെ ജംഅ് ജിബാൽ. രണ്ടാമത്തത് നഹർ, പുഴ. അൻഹാർ, അതിൻ്റെ ജംഅാണ് അൻഹാർ. ആബത്ത്, കാട്, അതിൻ്റെ ജംഅ് ആബാത്ത്. ബഹർ, കടൽ, അതിൻ്റെ ജംഅ് ബിഹാർ. തന്നിരിക്കുന്ന പാരഗ്രാഫ് നമുക്ക് വായിച്ചു നോക്കാം. ബഅദൽ ഫുതൂറി, ബഅദ ശേഷം, ഫതൂർ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം, ഖറജ്ന ഖറജ പുറപ്പെട്ടു, നാ ഞങ്ങൾ പുറപ്പെട്ടു, മഅ കൂടെ, അൽ മുർഷിദു സിയാഹി മുർഷിദു സിയാഹി ട്രാവൽ ഗൈഡ് അല്ലെങ്കിൽ ടൂർ ഗൈഡ്, ലി സിയാറത്തി സന്ദർശിക്കാൻ വേണ്ടി, അൽ അമാക്കീനി സിയാഹിയ മക്കാന് സ്ഥലം, അമാക്കീന് സ്ഥലങ്ങൾ, അസിയാഹിയ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ ടൂറിസ്റ്റ് പ്ലേസുകൾ കാണാൻ വേണ്ടി, മുർഷിദു സിയാഹ് അതായത് ടൂർ ഗൈഡിൻ്റെ കൂടെ, ഖറജ്ന ഞങ്ങൾ പുറപ്പെട്ടു, ബഅദൽ ഫതൂർ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം, സമഅതു ഞാൻ കേട്ടു, മിനൽ മുർഷിദി ഗൈഡിൽ നിന്ന്, അൻ മിസ്രി മിസ്റിനെ കുറിച്ച്, കസീറൻ ഗൈഡിൽ നിന്ന് ഞാൻ മിസ്റിനെ കുറിച്ച് ധാരാളം കേട്ടു. തഖഉ മിസ്ർ തഖഉ സ്ഥിതി ചെയ്യുന്നു, മിസ്ർ എന്ന സ്ഥലം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈജിപ്തിനെയാണ് മിസ്ർ എന്ന് പറയുന്നത്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഫീ ഖാറത്തി അഫ്രീഖിയ, ഖാറത്ത് കോണ്ടിനെന്റ്, വൻകര ഭൂഖണ്ഡം. അപ്പോൾ ആഫ്രിക്കൻ വൻകരയിലാണ് മിസ്ർ സ്ഥിതി ചെയ്യുന്നത്. യജ്രി ബിഹാ യജ്രി ഒഴുകുന്നു, ബിഹാ അതിലൂടെ, നഹ്റു അന്നീൽ നഹ്ർ പുഴ നമ്മൾ നേരത്തെ പഠിച്ച വാക്കാണ്. അന്നീൽ നൈൽ നദി അതിലൂടെ ഒഴുകുന്നുണ്ട്. ഹുവ അത്, അത്വലു നഹരിൻ ഫിൽ ആലം അത്വൽ തൊവീൽ നീളമുള്ളത്, അത്വൽ ഏറ്റവും നീളം കൂടിയ, നെഹ്റിൻ പുഴയാണ്, ഫിൽ ആലം ലോകത്തെ ഏറ്റവും നീളം കൂടിയ പുഴയാണ്, നദിയാണ് നൈൽ നദി. ആ നൈലിനെയാണ് ഇവിടെ നമുക്ക് നെഹ്റു അന്നീൽ എന്ന് കൊടുത്തിരിക്കുന്നത്. തുഅറഫു മിസ്ർ തുഅറഫു അറിയപ്പെടുന്നു, മിസ്ർ അറിയപ്പെടുന്നത്, ബി ഹിബത്തിൻ നീൽ ഹിബത്ത് ദാനം, നീൽ നൈലിൻ്റെ ദാനം എന്ന് ഈ മിസ്ർ എന്ന സ്ഥലം അറിയപ്പെടുന്നുണ്ട്. ഫിഹ അതിലുണ്ട്, അമാക്കിനുൻ താരീഖിയ്യത്തുൻ അദീദ അമാക്കിന സ്ഥലങ്ങൾ, താരീഖിയ്യ ചരിത്രപരമായ സ്ഥലങ്ങൾ, ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ധാരാളം സ്ഥലങ്ങൾ മിസ്റിലുണ്ട്. അദീദ എണ്ണമറ്റ ചരിത്ര സ്ഥലങ്ങൾ ഈ മിസ്റിൽ ഉണ്ട്. വ വിജ്ഹാത്തുൻ സിയാഹിയത്തുൻ കസീറ വ വിജ്ഹാത്തുൻ ഡെസ്റ്റിനേഷൻ, നമ്മൾ ടൂർ
പ്ലാൻ ചെയ്യുമല്ലോ ഇന്ന സ്ഥലത്തേക്ക്, അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റിയ, അതായത് പോയി കാണാൻ പറ്റിയ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും ഇവിടെ ഉണ്ട്. കസീറ ധാരാളം, സിയാഹിയ ടൂറിസ്റ്റ് വിജഹാത്ത് ഡെസ്റ്റിനേഷനുകൾ. ഏതൊക്കെ പോലെയുള്ള? ക പോലെ, അൽ അഹ്റാം പിരമിഡുകൾ പോലെ, വൽ മത്ഹഫിൽ മിസ്രി മത്ഹഫ് മ്യൂസിയം, വൽ മത്ഹഫിൽ മിസ്രി മിസ്രിയിലെ മ്യൂസിയങ്ങൾ കാണാനുണ്ട്, വൽ മക്തബത്തിൽ ഇസ്കന്ദരിയ ഇസ്കന്ദരിയ ലൈബ്രറികൾ നമുക്ക് കാണാനുണ്ട്, ജാമിഅത്തുൽ അസ്ഹർ അസ്ഹർ യൂണിവേഴ്സിറ്റി കാണാനുണ്ട്, വഖൽഅത്തു സലാഹുദ്ദീൻ അൽ അയ്യൂബി സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ട കാണാനുണ്ട്. ഇങ്ങനെ ധാരാളം കാഴ്ചകൾ മിസ്രിൽ നമുക്ക് കാണാനുണ്ട്. അൽ ഖാഹിറ ഖാഹിറ എന്ന് പറയുന്നത് കൈറോ എന്ന പട്ടണത്തിന് അറബിയിൽ പറയുന്ന പേരാണ്. അൽ ഖാഹിറ ഖാഹിറയാണ് ആസിമത്തു മിസ്ർ മിസ്റിന്റെ തലസ്ഥാനം. ആസിമത്ത് തലസ്ഥാനം. ബനാഹ അത് നിർമ്മിച്ചത് അൽ ഖായിദു ജൗഹറുസ്സഖലി ജൗഹറുസ്സഖലി എന്ന് പറയുന്ന ഖായിദ് നേതാവാണ് ഈ മിസ്റിന്റെ തലസ്ഥാനമായ കൈറോ നിർമ്മിച്ചത്. സുർന ഞങ്ങൾ സന്ദർശിച്ചു, ഹാസിഹിൽ അമാക്കീൻ ഈ പ്രദേശങ്ങൾ, വ തമത്തഅന ഞങ്ങൾ ആസ്വദിച്ചു, ആസ്വദിച്ചു, ബിരിഹ്ലതി കസീറ ഈ യാത്ര കൊണ്ട് ഞങ്ങൾ ധാരാളമായിട്ട് ആസ്വദിച്ചു. കാനത്തി റിഹ്ലത്ത് ആയിരുന്നു, യാത്ര ആയിരുന്നു, മുംതിഅത്തുൻ ആസ്വാദ്യകരമായിരുന്നു. ബഅദ ഉസ്ബുഇൻ ഒരാഴ്ചക്ക് ശേഷം, റജഅന ഞങ്ങൾ മടങ്ങി, ഇലാ കേരള കേരളത്തിലേക്ക് മടങ്ങി. ഒരാഴ്ചയോളം നീണ്ടു നിന്ന അവരുടെ ടൂറിൽ എന്തൊക്കെയാണ് അവർ ചെയ്തത്, ഒരു യാത്രാ വിവരണത്തിനെ ചുരുക്കി വിവരിച്ചിരിക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി 3 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഐന തഖഉ മിസ്ർ മിസ്ർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നേരത്തെ നമ്മളത് ഇതിൽ കണ്ടിട്ടുണ്ട്. തഖഉ മിസ്ർ എന്ന് പറഞ്ഞിട്ട്, തഖഉ മിസ്ർ ഫി ഖാറത്തി അഫ്രീഖിയ. രണ്ടാമത്തെ ചോദ്യം, ബിമ തുഅറഫു മിസ്ർ മിസ്ർ എന്താണ് അറിയപ്പെടുന്നത്? ബിമ തുഅറഫു മിസ്ർ. നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ, തുഅറഫു മിസ്ർ ബിഹിബത്തിൻ നീൽ തുഅറഫു മിസ്ർ ബിഹിബത്തിൻ നീൽ. അടുത്ത ചോദിക്കാണ്, മൻ ജൗഹറു സഖലി ആരാണ് ജൗഹറു സഖലി? അപ്പൊ ഇവിടെ നമുക്ക് കാണാം, ബനാഹ അൽ ഖായിദ് ജൗഹറു സഖലി എന്നാണ്. ബനാഹ അതിനെ നിർമ്മിച്ചു എന്നാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഉത്തരത്തിലേക്ക് പോകാം. ജൗഹറു സഖലി ഖായിദുൻ ബന ആസിമത്തു മിസ്ർ അൽ ഖാഹിറ. തിരിച്ച് നമ്മൾ അങ്ങോട്ടേക്കാണ് ഉത്തരത്തിലേക്ക് പോകുന്നത്. ജൗഹറു സഖലി അൽ ഖായിദു ബന ആസിമത്തു മിസ്ർ അൽ ഖാഹിറ. മിസ്റിന്റെ തലസ്ഥാനമായ കൈറോ നിർമ്മിച്ച നേതാവാണ് ജൗഹറു സഖലി. അടുത്ത പേജിലേക്ക് കടക്കുമ്പോൾ ഇതിനോട് ചേർന്ന് വരുന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നഖ്റഉൻ നസി പാഠം വായിച്ചു, നമുക്ക് വായിക്കാം. വനഖ്താറു വിജ്ഹാത്തി സിയാസിയ ഫി മിസ്ർ വനക്തുബ്
വിജ്ഹാത്തു സിയാസിയ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ. നമ്മുടെ പാഠത്തിൽ ചില സ്ഥലങ്ങൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മിസറിലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ അതേതൊക്കെയാണ് എന്ന് നമുക്ക് പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി ഇവിടെ കൊടുക്കണം. ഒന്ന് നോക്കാം നമ്മുടെ പാഠത്തിൽ ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വിജ്ഹാത്തു സിയാസിയയാണ് ചോദിക്കുന്നത്. അപ്പൊ എവിടെയാണ് വിജ്ഹാത്തു സിയാസിയ ഉള്ളത്? ഇവിടെ നമുക്ക് വിജ്ഹാത്തു സിയാസിയ കസീറത്തുൻ എന്ന് കാണാം. തുടർന്ന വരിയിലാണ് ഏതൊക്കെയാണ് അവ എന്ന് പറയുന്നത്. അൽ അഹ്റാം, ഒന്നാമത്തത് അൽ അഹ്റാം. അൽ മത്ഹഫിൽ മിസ്രി, അൽ മത്ഹഫിൽ മിസ്രി. മൂന്നാമത്തത് മക്തബത്തിൽ ഇസ്കന്ദരിയ, മക്തബത്തിൽ ഇസ്കന്ദരിയ. പിന്നെയുള്ളത് ജാമിഅത്തുൽ അസ്ഹർ, ജാമിഅത്തുൽ അസ്ഹർ. പിന്നെയുള്ളത് ഖൽഅത്തി സലാഹുദ്ദീൻ അൽ അയ്യൂബി, ഖൽഅത്തി സലാഹുദ്ദീൻ അൽ അയ്യൂബി. ഇങ്ങനെ 5 സ്ഥലങ്ങളാണ് നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ 5 എണ്ണം പൂരിപ്പിക്കാനുള്ള സ്ഥലം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ നസ്തഅമിലു ഫിൽ ജുമൽ, വാക്യത്തിൽ പ്രയോഗിക്കുക. നസ്തഅമിലു, ഉപയോഗിക്കുക. അപ്പൊ ജുംലയിൽ ഇതിനെ ഉപയോഗിക്കണം. ഒരു സെന്റൻസിൽ താഴെ തന്നിരിക്കുന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കണം. അൽ ഫത്തൂർ, ബ്രേക്ക്ഫാസ്റ്റ്. അൽ അദാ, ലഞ്ച്. അൽ അഷാ, ഡിന്നർ. ഈ വാക്കുകളാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പൊ താഴെ തന്നിരിക്കുന്ന വാക്ക് നോക്കാം. തനാവൽതു, തനാവൽതു, തനാവല കഴിച്ചു, തനാവല കഴിച്ചു. തനാവൽതു ഞാൻ കഴിച്ചു. അൽ ഫത്തൂർ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചു. ഖബ്ല ഖുറൂജി ഇലൽ മദ്റസ, സ്കൂളിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇതേപോലെ നമുക്ക് മറ്റ് 2 വാക്കുകളെയും ഉപയോഗപ്പെടുത്തണം. ഇത് അതേ വാക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. തനാവൽതു ഞാൻ കഴിച്ചു. അൽ അദാ ലഞ്ച്, എപ്പോഴാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്? ഇവിടെ നമുക്ക് ബഅദ സ്വലാത്തിൽ ളുഹർ, ബഅദ സ്വലാത്തിൽ ളുഹർ. തനാവൽതുൽ അദാ ബഅദ ശേഷം, സ്വലാത്തിൽ ളുഹർ ളുഹർ നമസ്കാരത്തിന് ശേഷം ഞാൻ ലഞ്ച് കഴിച്ചു. ഇനി തനാവൽതുൽ അഷാ, ഞാൻ ഡിന്നർ കഴിച്ചു. എപ്പോഴാണ് ഞാൻ ഡിന്നർ കഴിക്കുന്നത്? ഖബ്ലൻ നൗം, ഉറങ്ങുന്നതിനു മുമ്പ്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് നേരത്തെ വെച്ച പോലെ തന്നെ കൊടുക്കാം. തനാവൽതുൽ അഷാ ബഅദ സ്വലാത്തുൽ ഇശാ, ഇശാ നമസ്കാരത്തിന് ശേഷം ഞാൻ ഡിന്നർ കഴിച്ചു എന്നും കൊടുക്കാം.